കൂട്ടിച്ചേർത്തു. കുഴിച്ചെടുക്കുന്ന രഹസ്യങ്ങൾ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ 7ാം ദിനവും തുടരുകയാണ്. ഇന്ന് 11ാം പോയിന്റിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടം ലഭിച്ച ബംഗള കുന്നിന് സമീപമാണ് ഈ പ്രദേശം. പൂർണ്ണമായ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങൾ ബംഗള കുന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇന്നലത്തെ ദിവസം വളരെ നിർണായകമായ തെളിവുകളാണ് ബംഗള കുന്നിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇന്നും ആ ഭാഗം കേന്ദ്രീകരിച്ചാണോ തെരച്ചിൽ നടക്കുന്നത്? ഈ പരിശോധനാ ഫലം, അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതെപ്പോഴത്തേക്കുണ്ടാകും? ശ്രീജ, തീർച്ചയായും 11ാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 11:30യോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളിയുമൊത്ത് SIT സംഘം ഇവിടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെ പൂർണ്ണ മനുഷ്യ അസ്ഥികൂടം ഒപ്പം അസ്ഥിയുടെ ഭാഗങ്ങളും 60ഓളം അസ്ഥിയുടെ ഭാഗങ്ങളും ഇത് ലഭിച്ച സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ 11ാം പോയിന്റ്. നേരത്തെ മാർക്ക് ചെയ്തതാണ് 11, 12, 13 ഈ 3 പോയിന്റുകളാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിനെ തിരച്ചിൽ പൂർത്തിയാക്കാനുള്ളത്. അതിൽ നിർണായകമാണ് 11ഉം 12ഉം. കാരണം ഇവിടെ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് പുതുതായി വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കുഴിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത്. പൂർണ്ണമായും മറച്ചുവെച്ച് അത്തരത്തിൽ പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെയാണ്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. കാരണം ഇന്നലെ ലഭിച്ച ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ അതല്ല, ഇത് എത്ര വർഷം പഴക്കമുണ്ട്, ഏത് രീതിയിലാണ് ഇതിൽ മരണം സംഭവിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നിലവിൽ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് ഈ ഇന്നലെ ലഭിച്ച എല്ലാ മൃതദേഹാവശിഷ്ടങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഏതായാലും 6ാമത്തെ പോയിന്റിലാണ് മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഇതുവരെ ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ SIT അന്വേഷണം ആരംഭിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചത് ഇന്നലെയായിരുന്നു. ഇന്നലെയാണ് നിർണായകമായ തെളിവുകൾ SITക്ക് ലഭിച്ചത്. എന്തായാലും ഇന്നും ഈ രീതിയിലുള്ള വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ പോയിന്റ് 11ഉം 12ഉം ഇന്ന് പൂർത്തിയാക്കാനാണ് ഈ SIT സംഘം ലക്ഷ്യമിടുന്നത്. അതിനുശേഷം സ്നാനഘട്ടയ്ക്ക് നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള സ്നാനഘട്ടയിലാണ് 13ാമത്തെ പോയിന്റ്. അതും വളരെ നിർണായകമാണ്. കൂടുതൽ പേരുടെ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ വെളിപ്പെടുത്തൽ. കാരണം ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഇതിന് സമീപമാണ്, ഈ സ്നാനഘട്ടയിലാണ്. അതിന് സമീപത്താണ് 13ാമത്തെ പോയിന്റ്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമാകുക. കാരണം കൂടുതൽ പരിശോധനയുണ്ട്. 70ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഇനി കൂടുതൽ പരിശോധന, അത് ഏത് രീതിയിലായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. ഇതുവരെ ഈ SIT നടത്തിയ പരിശോധന അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. അത് ഒരു പക്ഷേ 13ാമത്തെ പോയിന്റ് കൂടി പൂർത്തിയാക്കിയാൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ അതറിയാനുണ്ട്. എന്നാലും ഈ വനത്തിനകത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇതുവരെ മാർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളാണ്. പെട്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി ഇന്നലെ ഈ ഒരു സ്ഥലമുണ്ട് താൻ കുഴിച്ചിട്ട സ്ഥലം അവിടെ പരിശോധിക്കണമെന്ന് പറയുന്നതും അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ആവശ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ബംഗള കുന്ന് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പല സ്ഥലങ്ങളിലും ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് ഇനി കൂടുതൽ മാർക്ക് ചെയ്യാനുള്ളത്. ഒരു പക്ഷേ മാർക്ക് ചെയ്യാതെ തന്നെ ഇന്നലെ പരിശോധന നടത്തിയ പോലെ സർപ്രൈസ് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയായിരിക്കും ഇനി ഉണ്ടാവുക. എന്നാൽ അതല്ല ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തുമോ അതൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. ഏതായാലും SIT വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്നും പരിശോധന നടത്തുന്നത്. ഒരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ച ഓരോ മണിക്കൂറുകളും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി ബൈജു, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ? ആലപ്പുഴയിലെ ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ മുൻ
പെൺസുഹൃത്ത് റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. വ്യത്യസ്ത മൊഴി നൽകിയതിനാലാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18-ലൂടെയാണ്. അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും സെബാസ്റ്റ്യൻ. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട് എന്ന് തന്നെ പറയാം. റോസമ്മ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത്. ഇവർ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18-ലൂടെ, അതായത് ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഐഷയുടെ മക്കളോടുൾപ്പെടെ നമ്മൾ സംസാരിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും ഈ സെബാസ്റ്റ്യനുമായുള്ള ഒരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് ഐഷയുടെ കുടുംബം സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു റോസമ്മ എന്ന വ്യക്തി ന്യൂസ് 18-നോട് നിർണായകമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഐഷയുടെയും ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെയും അടുത്ത സുഹൃത്തായ റോസമ്മ ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യനുമായി വിവാഹം വരെ കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിന്ന ഒരു സ്ത്രീ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത 3 പേരും കോമൺ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു. അങ്ങനെയാണ് റോസമ്മ ന്യൂസ് 18-നോട് ചില കാര്യങ്ങൾ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയത്. അതായത് ഐഷ സ്വന്തം പേരിൽ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ്. ഐഷയ്ക്ക് പണം ആവശ്യമുണ്ടായിരുന്നു. ഐഷ രജിസ്ട്രേഷനായി കരുതി വെച്ചിരുന്ന റിട്ടയർഡ് എംപ്ലോയി കൂടിയായിരുന്ന ഐഷ കരുതി വെച്ചിരുന്ന തുക സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കും. അത് വാങ്ങാനായി പോയ ഐഷയാണ് കാണാതായതെന്നും ഒപ്പം തന്നെ സെയിം മോഡസ്, അതായത് മറ്റു കേസുകളിൽ ഉണ്ടായതുപോലെ തന്നെ ഐഷയെ കാണാതായതിനു ശേഷം ഐഷയുടെ ഫോണിൽ നിന്നും പലതവണ തന്റെ ഫോണിലേക്ക് മിസ് കോളുകൾ വന്നിരുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ ആ നമ്പർ സംസാരിക്കാറില്ല എന്നടക്കമുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ഇവർ നമ്മളോട് നടത്തി. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം 2 ടീമുകളായി ഇവരോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. പക്ഷേ ആ വിശദാംശങ്ങൾ തേടുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇവർ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നുള്ളതാണ്. ഇവരുടെ മൊഴികൾ പല സ്ഥലത്തും കോൺട്രഡിക്ടറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അതായത് ഒരു ഘട്ടത്തിൽ അവർ നമ്മളോട് ഇന്റർവ്യൂവിന്റെ തുടക്കഘട്ടത്തിൽ അവർ നമ്മളോട് വ്യക്തമാക്കിയത് ഐഷയുമായി സെബാസ്റ്റ്യനുമായുള്ള ബന്ധം താൻ ഉപേക്ഷിക്കുന്നത് ഐഷ തിരോധാനത്തിന് ശേഷമാണ്. ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എന്ന് അവർ നമ്മളോട് വ്യക്തമാക്കുന്നു. മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഐഷയുടെ തിരോധാനത്തിന് ശേഷം വീണ്ടും സെബാസ്റ്റ്യൻ ഇവിടെ വന്നിരുന്നു. അത് വർഷങ്ങളോടെ 2017 കാലയളവ് വരെ സെബാസ്റ്റ്യൻ വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് തന്നെ വിവാഹം ആലോചിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അടക്കമുള്ള നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്തതിലേക്ക് എത്തിയിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. 80-കാരിയായ സരസമ്മയെയാണ് അയൽവാസി ശശിധരൻ ക്രൂരമായി മർദ്ദിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. 80-കാരിയായ സരസമ്മയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. അയൽവാസിയായ ശശിധരന്റെ ഭാര്യയെ സരസമ്മ അസഭ്യം പറഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്ത ശശിധരൻ വയോധികയെ മർദ്ദിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇരു കുടുംബങ്ങളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. വയോധികയെ വീട്ടിൽ കയറിയാണ് ശശിധരൻ മർദ്ദിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശശിധരനെ അറസ്റ്റ് ചെയ്തു. സരസമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നുവെന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തി നായർ സമുദായം പാർട്ടി അടക്കി വാഴുകയാണ്. ഇതാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. 65 ജില്ലാ കൌൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 10-ൽ താഴെ പേർ മാത്രം.
ജില്ലാ എക്സിക്യൂട്ടീവിൽ 18-ൽ 11 പേരും നായരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും 11 പേർ നായർ സമുദായ അംഗങ്ങൾ. സർക്കാർ പദവികളും നായർക്കായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും പരിഹാസമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നായർ സമുദായ അംഗങ്ങൾ. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത C. ദിവാകരനെയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓഫീസും സ്ഥലവും പാർട്ടിക്ക് നൽകിയ KP ശങ്കരദാസിനെയും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയെന്നും പരാമർശമുണ്ട്. ഈഴവ സമുദായ അംഗമായതുകൊണ്ട് മാത്രമാണ് യുവ നേതാവ് J. അരുൺ ബാബുവിനെയും തഴഞ്ഞത്. ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്തു പങ്കാണുള്ളതെന്നും ചോദ്യമുണ്ട്. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്നവർക്കെതിരെയും വലിയ അമർഷമാണുള്ളത്. മണ്ഡലം സമ്മേളനങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. KPCC ഭാരവാഹികളുടെയും DCC അധ്യക്ഷന്മാരുടെയും പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിലും അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിൽ ഇതുവരെ സമവായമായിട്ടില്ല. അതേസമയം പുനഃസംഘടനാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. DCC അധ്യക്ഷന്മാരുടെ പട്ടികയ്ക്ക് രൂപം നൽകിയാണ് KPCC നേതൃത്വം ഡൽഹിയിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയ ശേഷവും പ്രധാന ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ അവഗണിച്ചുവെന്ന പരാതിയാണ് നിലവിലുള്ളത്. ഡൽഹിയിലുള്ള കേരള MPമാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം AICC നേതൃത്വവുമായും KPCC നേതൃത്വം കൂടിക്കാഴ്ച നടത്തും. തുടർന്നാകും സാധ്യതാ പട്ടിക കൈമാറുക. 10-ലധികം DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചനകൾ. എന്നാൽ മികച്ച പ്രവർത്തനം നടത്തിയ ചില ജില്ലകളിൽ മാറ്റം വേണ്ടെന്ന അഭിപ്രായവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാറ്റം വരുന്ന ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ മോശം പ്രകടനം കാഴ്ചവെച്ചുവെന്ന വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലും ഒരു വിഭാഗത്തിനുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരിലും വൈസ് പ്രസിഡന്റുമാരിലും കൂടുതൽ പേരെ ഉൾപ്പെടുത്തും. നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനൊപ്പം പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത ചിലരെ ഒഴിവാക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആവശ്യപ്പെട്ട് സ്വന്തം കാലിന് പരിക്കേൽപ്പിച്ച പ്രതിപക്ഷത്തെ വേറെ എവിടെ കാണാനാകുമെന്നായിരുന്നു മോദിയുടെ പരിഹാസം. ജമ്മുകശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ 6ാം വാർഷിക ദിനത്തിൽ ചേർന്ന യോഗത്തിൽ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയതും രാമക്ഷേത്ര നിർമ്മാണവും മോദി പരാമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ മോദിയെ പാർലമെന്ററി പാർട്ടി യോഗം അഭിനന്ദിച്ചു. കയ്യടികളോടെയാണ് യോഗത്തിനെത്തിയ പ്രധാനമന്ത്രിയെ MPമാർ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ യോഗം പ്രമേയം പാസാക്കി. ചൈന പരാമർശത്തിലെ സുപ്രീം കോടതിയുടെ വിമർശനത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ശക്തമായ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് എല്ലാ ആദരവോടെയും പറയുന്നുവെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ്. സൈന്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാഹുൽ ഗാന്ധി സേനയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും തെറ്റായ വ്യാഖ്യാനമാണ് നടക്കുന്നതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ആര്യ ചേരും. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞ 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാ കൊല്ലപ്പെടുക ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും. നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫിനെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ
അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പരക്കെ മഴ. എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ട്. തൃശൂരും ഇടുക്കിയിലും റെഡ് അലർട്ട്. പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നു. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 3 മരണം. പാലാ തൊടുപുഴ റോഡിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പാലക്കാട് മുണ്ടൂരിൽ വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. തൃപ്പൂണിത്തുറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ വെള്ളക്കെട്ടിൽ വീണു. തിരുവനന്തപുരം മലയൻകീഴ് ഒരാഴ്ച മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് തകർന്നു. ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ നിറയെ കുഴികൾ. റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് 25 കിലോമീറ്ററോളം. പാലക്കാട് കൊപ്പം ടൗണിൽ യാത്രക്കാരെ വലച്ച് ഗതാഗതക്കുരുക്ക്. കാഴ്ചക്കുറവുള്ള PT5 കാട്ടാനയെ മയക്കുവെടി വെച്ച് വിദഗ്ധ ചികിത്സ നൽകും. വയനാട്ടിൽ നിന്ന് വിദഗ്ധ സംഘത്തിന്റെ സേവനം ലഭ്യമാക്കും. കോങ്ങാട്ടുപറമ്പ് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കുളത്തുപുഴയിൽ ജീപ്പിൽ കാട്ടുപോത്തിടിച്ച് അപകടം. ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്ക്. ആറന്മുള സർക്കാർ VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. 300ഓളം കുട്ടികളുടെ പഠനം അടുത്തുള്ള ഹാളിലേക്ക് മാറ്റി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്കൂളിന് ഭീഷണിയായി പഴയ കോൺക്രീറ്റ് വാട്ടർ ടാങ്ക്. പൊളിഞ്ഞു വീഴാറായിട്ടും നടപടിയില്ല. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. തൃശൂരിലും എറണാകുളത്തും ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കലൂർ, ഇടപ്പള്ളി, കളമശ്ശേരി, മരട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴയായിരുന്നു. കൊച്ചിയിൽ തൃപ്പൂണിത്തുറ പേട്ട താമരശ്ശേരി കരീത്തറ റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണു. എറണാകുളം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല. റെഡ് അലർട്ടിൽ ഇന്നലെ അതായത് അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്ന് ഇപ്പോൾ നേരിയൊരു ശമനമാണ് രാവിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എറണാകുളത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊച്ചി നഗരത്തിൽ കാര്യമായ രീതിയിലുള്ള മഴയുണ്ടായെങ്കിലും വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പലയിടങ്ങളിലും തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്ന റോഡ് എന്ന് പറയുന്നത് കലൂർ കടവന്ത്ര റോഡാണ്. കലൂർ കടവന്ത്ര റോഡിലെ അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ സ്റ്റേഡിയം ലിങ്ക് റോഡിലേക്ക് വരുന്നു. സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇത് പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇവിടെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത് ഭയങ്കര മഴ. ഇന്നലത്തെ രാത്രിത്തെ മഴ ഭയങ്കര മഴയായിരുന്നു. ഒറ്റ മഴ കൊണ്ട് ഇപ്പം ഇനി 5 ദിവസം മഴ എന്ന് പറയുന്നത് 5 ദിവസം കൊണ്ട് ഇത് എന്താകും എന്നുള്ളത് ദൈവത്തിന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കഴിഞ്ഞ തവണയെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുമെങ്കിലും ഇത്ര കണ്ട ഈ രൂക്ഷത അനുഭവപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വെള്ളക്കെട്ട് വളരെ അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ ഇതുവഴി കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കടന്നു പോകുന്നത്. വെള്ളക്കെട്ട് ഭയങ്കരമായി പോയി. അവിടെ നിന്ന് തുടങ്ങിയുള്ളതാണ്. ഇത് ഈ റോഡ് അത്ര ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നു. കുഴപ്പമില്ല. ഇപ്പം എല്ലാം മറ്റേ കാണാനെല്ലാം ബ്ലോക്കായി കിടക്കണോണ്ടാണ് അതാണ് പറ്റിയത്. നോക്കിയിരുന്നത് കുഴപ്പമുണ്ടാവില്ല. എന്ന് ഇവിടെ ആദ്യമായിട്ട് ഇത്രയും വെള്ളക്കെട്ട് കാണുന്നു. മറ്റിടങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലൂടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ചുറ്റുപാടും വെള്ളക്കെട്ടുണ്ടോ? ഇല്ല, ഞാൻ വൈപ്പിന്ന് തന്നെയാണ്. അവിടെ ഒന്നും അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അത് കാണുന്നത്. ഇത്രയും ദിവസങ്ങളിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ഈ അടുത്ത കണ്ടിട്ട്. ഏതായാലും ഇരുചക്ര വാഹനങ്ങൾക്കടക്കം കടന്നു പോകുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇതിന് പുറമെ തന്നെ കളമശ്ശേരിയിലും ഇതുപോലെ തന്നെ റോഡുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. തൃപ്പൂണിത്തുറ, പേട്ട, കലൂർ കടവന്ത്ര റോഡുകൾ, അതോടൊപ്പം തന്നെ MG റോഡിൻ്റെ പല ഭാഗങ്ങളിൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു രൂക്ഷത എല്ലായിടത്തും തന്നെ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷത നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ചിലയിടങ്ങളിലെങ്കിലും നഗരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ജാനി പോൾ, News 18.
കനത്ത മഴയിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഷൊർണൂരിൽ ഇറിഗേഷൻ ഓഫീസിനകത്ത് വെള്ളം കയറി. അട്ടപ്പാടി ചുരത്തിലും കനത്ത മഴയാണ്. മലവെള്ളപ്പാച്ചിലും ശക്തമാണ് ഇവിടെ. സൗണ്ട് കേട്ടോ? പാലക്കാട് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. ഉരുൾപൊട്ടിയതായുള്ള ആശങ്കയുണ്ട്. ഭയാനകമായ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്ന് നിറഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് 3 വീടുകളുടെ മതിൽ ഇടിഞ്ഞ് താഴ്ന്നു. സൗണ്ട് കേട്ടോ? കണ്ണൂർ പയ്യാമ്പലത്ത് കടൽക്ഷോഭത്തിൽ പെട്ട് വള്ളം മറിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളമാണ് മറിഞ്ഞത്. പാലക്കാട് മണ്ണാർക്കാട് അലനല്ലൂർ ഭാഗത്ത് കനത്ത മഴ തുടരുകയാണ്. എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി. മേഖലയിൽ ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ കൊല്ലം കുളത്തൂപ്പുഴയിൽ വീടിനോട് ചേർന്നുള്ള മൺതിട്ട ഇടിഞ്ഞു വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. കൂറ്റൻ മൺതിട്ടയുടെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. കിണർ പൂർണ്ണമായും മണ്ണിനടിയിലായി. വീടിന്റെ ജനൽ ചില്ലകളും പുകപ്പുരയും തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വീട്ടുടമ പറയുന്നു. കുന്നിന്റെ ബാക്കിയുള്ള ഭാഗവും ഏത് സമയത്തും ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണെന്ന്, ഈ അപകടാവസ്ഥ കണക്കിലെടുത്ത് കുടുംബത്തെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ അപകടം. 2 പേരെ രക്ഷപ്പെടുത്തി. ചിറയൻകീഴ് സ്വദേശി അഭിലാഷ്, വെട്ടൂർ സ്വദേശി കിരൺ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വെട്ടുതുറ സ്വദേശി നിതിന്റെ ഉടമസ്ഥതയിലുള്ള നിത്യസഹായ മാത എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിനായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. മഞ്ചേരി കച്ചേരിപ്പടി സ്വദേശി അലൻ അഷ്റഫിനെയാണ് കാണാതായത്. ഇന്ന് പുഴയിലെ ജലനിരപ്പും കുത്തൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. പാലാ തൊടുപുഴ റോഡിൽ പ്രവിത്താനത്തിന് സമീപം വാഹനാപകടത്തിൽ 2 മരണം. മേലുകാവ് സ്വദേശിനി ധന്യ, അന്തിനാട് സ്വദേശിനി ജോമോൾ ബെന്നി എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഒരാൾക്ക് പരിക്കുമുണ്ട്. മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം രാവിലെ 9:30ഓടെയാണ് ഈ അപകടമുണ്ടായത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പാലക്കാട് മുണ്ടൂരിൽ വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. അപകടമുണ്ടാക്കിയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം മലയൻകീഴ് ഒരാഴ്ച മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് തകർന്നു. ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ രക്ഷപ്പെട്ടു. 18 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡാണ് തകർന്നത്.
കുഴികൾ നിറഞ്ഞതോടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര അപകടത്തിലാണ്. 25 കിലോമീറ്ററോളം ദൂരമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത തകർന്ന് ദുരിതം തുടങ്ങിയിട്ട് മാസങ്ങളായി. മഴ പെയ്താൽ റോഡും കുഴികളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പള്ളിക്കര മേൽപ്പാലം, ചേറ്റുകുണ്ട്, കളനാട്, മേൽപ്പറമ്പ്, ചെമ്മനാട് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം തുടങ്ങി പലയിടങ്ങളിലും റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരടിയിലധികം താഴ്ചയുള്ള കുഴികൾ വരെ കാസർഗോട്ടേക്കുള്ള യാത്രയിൽ പല ഭാഗങ്ങളിലായി കാണാം. ടാറിംഗ് തകർന്ന ഇടങ്ങളിൽ ചാല് കീറിയ നിലയിലാണ്. യാത്ര നടുവൊടിക്കും വിധത്തിലായിട്ടും നവീകരണം വൈകുകയാണ്. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് വരെ നോക്കിയാൽ മാരകമായ കുഴി എന്ന് വെച്ചാൽ എത്ര വലിയ ഈ 2 വീലറിന്റെ ടയർ ആ കുഴിയിൽ വീണെങ്കിൽ മേലോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോ 10 മീറ്ററിലും ഓരോ കുഴികളുണ്ട്. അതും വലിയ കുഴികളാണുള്ളത്. അതിലേക്ക് ഒരുപാട് ആൾക്കാർ 2 വീലറിൽ പോകുന്നവർക്ക് വീണ് പരിക്കേൽക്കുന്നുണ്ട്. ഈ റോഡ് കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മെയ് വരെ ഇത് കൊണ്ടുണ്ട്. അതിനുശേഷം മഴ വന്നു. ആ സമയം വരെ ഒരു നന്നാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നന്നായിട്ടില്ല. ഈ വർഷം ഇതേപോലെ പോയി. അതിൽ നാട്ടുകാർ ഇടപെട്ടിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ റോഡ് യൂസ് ചെയ്യുന്നത് റോഡ് എന്ന് പറഞ്ഞെങ്കിൽ ഈ റോഡ് ഞാൻ എപ്പോഴും കാണുന്നതാണ്. എത്രയോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിലെ കുഴികളിൽ വീണിട്ടുള്ള അപകടങ്ങളിൽ 3 പേർ മരിച്ചിരുന്നു. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഗതാഗത തടസ്സവും പതിവാണ്. റോഡ് നവീകരണത്തിനായി 39 കോടി രൂപ അടങ്കൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. എന്നാൽ എന്ന് പ്രവൃത്തി തുടങ്ങുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ദേശീയപാത ബേവിഞ്ചയിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്നത് സംസ്ഥാന പാതയിലൂടെയാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ജീവൻ പണയം വെച്ചാണ് ഇതുവഴിയുള്ള യാത്ര. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് കൊപ്പം ടൗണിൽ യാത്രക്കാരെ വലച്ച് ഗതാഗത കുരുക്ക്. നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടിയതോടെ സിഗ്നൽ സംവിധാനവും ഇല്ലാതെയായി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ സേവനവും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി, പെരിന്തൽമണ്ണ, പാലക്കാട്ടെ ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ കൂടിച്ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് കൊപ്പം ടൗൺ. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ പലപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാറുണ്ട്. റോഡ് വീതി കൂട്ടി നഗരവികസനമൊക്കെ നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് പരാതി. സിഗ്നൽ സംവിധാനം എടുത്തുമാറ്റിയതോടെ പ്രശ്നം ഗുരുതരമായി മാറി. തിരക്കുള്ള സമയങ്ങളിൽ 4 വശത്തെ റോഡിലും വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടാകും. ആംബുലൻസ് അടക്കം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന ദയനീയ അവസ്ഥയുമുണ്ട്. പലപ്പോഴും വ്യാപാരികളും ബസ് തൊഴിലാളികളും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഹോംഗാർഡുകളുടെ സേവനമുണ്ടെങ്കിലും പലപ്പോഴും ഇത് കാര്യക്ഷമമാകാറില്ല. അവധി ദിവസമായാൽ ഗതാഗത നിയന്ത്രണത്തിന് ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ 5 മണി കഴിഞ്ഞാൽ ഇവിടെ വെറും ബ്ലോക്ക് തന്നെ. ഇതേമാതിരി ഏതെങ്കിലും ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ സെൻട്രലിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു എന്തായാലും അപ്പോ ഇവിടെ ആകെ മൊത്തത്തിൽ ബ്ലോക്കാണ്. അപ്പൊ ഇവിടെ ഉള്ള ജനങ്ങൾ ഇറങ്ങണം വണ്ടി ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ. അപ്പോൾ പോലീസിന്റെ ഭാഗങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം വാഹനഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചപ്പോൾ വിവരമറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് എത്തിയതെന്നും ആക്ഷേപമുണ്ട്. അപ്പോഴേക്കും ജനങ്ങൾ ഗതാഗതക്കുരുക്ക് നിയന്ത്രിച്ചിരുന്നു. പലപ്പോഴും ട്രാക്ക് തെറ്റിച്ച് വാഹനങ്ങൾ വരുന്നതും പ്രശ്നം രൂക്ഷമാക്കാറുണ്ട്. ബ്ലോക്കിൽ കുടുങ്ങി സമയം തെറ്റുന്നതോടെ സ്വകാര്യ ബസ്സുകൾ ആളുകളെ കയറ്റാതെ പോകുന്നതും പതിവാണ്. 4 ഭാഗത്തേക്കുള്ള റോഡ് പോകുന്ന, അതായത് പെരിന്തൽമണ്ണ, പട്ടാമ്പി, ഗുരുവായൂര്, അതേമാതിരി തന്നെ വളാഞ്ചേരി, കോഴിക്കോട്, പാലക്കാട്, ചെറുപ്പശ്ശേരി ഒക്കെ പോകുന്ന 4 റോഡ് കൂടി കൊപ്പം ടൗണില് ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞ മാസങ്ങളോളമായി വളരെ വലിയ നീണ്ട നിരയാണ് ഈ ഗതാഗതക്കുരുക്ക് നമ്മൾ കാണുന്നത്. ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന ആംബുലൻസ് ആയാലും ശരി, വിവാഹ പാർട്ടികള്, അങ്ങനെ എല്ലാതരം വാഹനങ്ങൾക്കും കടന്നു പോകാൻ മണിക്കൂറുകളോളം പിടിക്കുന്ന ഈ ഗതാഗതക്കുരുക്ക്, ഈ കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് മാറ്റണമെന്ന് അധികാരികളോട് പല രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും എല്ലാവരോടും പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഈ കൊപ്പം പഞ്ചായത്തിലെ ഈ കൊപ്പം പ്രധാനപ്പെട്ട ടൗണായ ഈ കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനകീയമായുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. പ്രദേശത്തെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നിരന്തര ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. PT5 കാട്ടാനയെ മയക്കുവെടി വെച്ച് സൂക്ഷ്മ പരിശോധന നടത്തി വിദഗ്ധ ചികിത്സ നൽകും. വയനാട്ടിൽ നിന്ന് വിദഗ്ധ സംഘത്തിന്റെ സേവനം ലഭ്യമാക്കും. വയനാട്ടിൽ നിന്നുള്ള 10 പേരടങ്ങുന്ന സംഘവും ഭരതൻ, വിക്രം എന്നീ കുങ്കിയാനകളും
മലമ്പുഴ പുല്ലങ്കുന്ന് വാളയാർ റേഞ്ചിൽ എത്തിച്ചേർന്നു. ഡോക്ടർ അരുൺ സക്രിയ അടങ്ങിയ വിദഗ്ധ സംഘം വരും ദിവസങ്ങളിൽ എത്തിച്ചേരും. PT5 കാട്ടാനയെ നിലവിൽ നിരീക്ഷിച്ചു വരുന്നുണ്ട്. തുടർ നടപടികൾ വിദഗ്ധ സംഘം എത്തിച്ചേർന്നതിന് ശേഷം തീരുമാനിക്കും. നിലവിൽ PT5 ഭക്ഷണവും വെള്ളവും എടുക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു. കുടുംബവും സഞ്ചരിച്ച ജീപ്പിൽ കാട്ടുപോത്ത് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. കുതിച്ചെത്തിയ കാട്ടുപോത്ത് വന്നിടിച്ചതോടെ ജീപ്പിന്റെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. പുത്തൻപുരയിൽ വീട്ടിൽ ഷെരീഫും കുടുംബവും സഞ്ചരിച്ച ജീപ്പിലാണ് കാട്ടുപോത്ത് വന്നിടിച്ച് അപകടമുണ്ടായത്. പാങ്ങോട് നിന്ന് കുളത്തുപുഴയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച ജീപ്പിനെ അരിപ്പയിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. കുതിച്ചെത്തിയ കാട്ടുപോത്ത് ഇടിക്കുന്നതും വാഹനം നിയന്ത്രണം വിട്ട് മതിലിലിടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അപകടത്തിൽ ഷെരീഫ്, ഭാര്യ അസീന, മക്കളായ മുഹമ്മദ് ഷാഹീൻ, മുഹമ്മദ് ഷഹീൻ, ഭാര്യയുടെ അമ്മ നജിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. നജിമയുടെ കൈക്കും ഷെരീഫിന്റെയും അസീനയുടെയും കാലുകൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ല. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്കൂളിന് ഭീഷണിയായി പഴയ കോൺക്രീറ്റ് വാട്ടർ ടാങ്ക്. പ്രവർത്തനരഹിതമായ വർഷങ്ങളായിട്ടും പൊളിച്ചു മാറ്റാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടാങ്കിന്റെ വശങ്ങൾ ബലഹീനമായി ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. തൃക്കരിപ്പൂർ ടൗണിന് മധ്യത്തിലാണ് ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് വർഷങ്ങളായി നിലകൊള്ളുന്നത്. തൊട്ടടുത്താണ് 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് മേഖലയിലെ കുടിവെള്ള വിതരണത്തിനായി വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നത്. 2 നില കെട്ടിടത്തോളം ഉയരത്തിലുള്ള ടാങ്കും കിണറും അടക്കമുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ കാലപ്പഴക്കം കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ടാങ്ക് ഉപയോഗശൂന്യമായി. ഇതോടെ വാട്ടർ അതോറിറ്റിയും ഇത് ഉപേക്ഷിച്ച മട്ടാണ്. സ്കൂൾ പ്രീ പ്രൈമറി ക്ലാസും വാട്ടർ ടാങ്കും തൊട്ടടുത്താണ് നിലകൊള്ളുന്നത്. വശങ്ങൾ ബലഹീനമായി ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ ടാങ്ക് നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും ഉറക്കം കെടുത്തുകയാണ്. വാട്ടർ അതോറിറ്റി മുമ്പേ ഇത് ഉപേക്ഷിച്ചതാണ്. പകരം വേറൊരു വാട്ടർ ടാങ്ക് പുതുതായിട്ട് കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറം നിർമ്മിച്ചതിന് ശേഷം ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. യാതൊരു മെയിൻ്റെനൻസ് നടത്താത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പൈപ്പ് പോലും ഇളകിയിട്ട് വീഴാറായ അവസ്ഥയിലാണ്. നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സും അതുപോലെ ഉച്ചഭക്ഷണ പുരയും തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് വളരെ നമുക്ക് രക്ഷിതാക്കൾക്ക് വളരെ ആശങ്കയുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ഭയം ഉള്ളിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് കുട്ടികൾ വളരെ പേടിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഏത് നിമിഷവും തകർന്ന് വീഴാറായ അവസ്ഥയിലാണ് ടാങ്ക് ഉള്ളത്. താലൂക്ക് വികസന കമ്മിറ്റി യോഗത്തിൽ വിഷയത്തിന്റെ ഗൗരവം അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. സ്കൂൾ PTAയും അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി. ഉപയോഗശൂന്യമായ ടാങ്കും സംവിധാനങ്ങളും പൊളിച്ചുമാറ്റാൻ വാട്ടർ അതോറിറ്റി രേഖാമൂലം അനുമതി നൽകിയാൽ ഗ്രാമപഞ്ചായത്ത് അതിനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ആറന്മുള സർക്കാർ VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. ഇന്നലെയാണ് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് ഫിറ്റ്നസ് റദ്ദാക്കിയത്. 300ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. തേവലക്കര സ്കൂൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് നടപടി. അടുത്തുള്ള ഹാളിൽ കുട്ടികളെ ഇനി പഠിപ്പിക്കും. ഓർമ്മശക്തിയിൽ ലോക റെക്കോർഡ് ഉൾപ്പെടെ 5 റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു 3 വയസ്സുകാരൻ. കാപ്പാട് പെരിങ്ങിളായി സ്വദേശികളായ ബിൻലാൽ, അതുല്യ ഉത്തമൻ ദമ്പതികളുടെ മകനും സെന്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിലെ പ്രീ KG വിദ്യാർത്ഥിയുമായ ദൈവിക് ബിബിൻ ലാലാണ് ഈ റെക്കോർഡിന് ഉടമ. 600ഓളം വസ്തുക്കളെ തിരിച്ചറിഞ്ഞും പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുമാണ് ഈ 3 വയസ്സുകാരൻ ശ്രദ്ധേയനായത്. 2 തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ ഈ മിടുക്കനെ തേടിയെത്തി. പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിവിധ നേതാക്കൾ, ശരീരഭാഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വാഹനങ്ങളുടെ പേരുകൾ തുടങ്ങിയവ ഇവനെന്ന് മനഃപ്പാഠമാണ്. സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഏതിനെയും തിരിച്ചറിയാനുള്ള അസാമാന്യ കഴിവ് മനസ്സിലാക്കിയ അച്ഛൻ ജിബിൻലാലും അമ്മ അതുല്യയും ചിത്രങ്ങളും കാർഡുകളും കാണിച്ചാണ് ആദ്യം പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. 1.5 ഇയേഴ്സിലാണ് അവന് ഫസ്റ്റ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത്. അത് 175 ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ടായിരുന്നു റെക്കോർഡ് ലഭിച്ചത്. ഇപ്പം 2ാം തവണ 3 ഇയേഴ്സിൽ കിട്ടിയിട്ടുണ്ട്. അത് 500ഓളം ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നെയിം പറഞ്ഞതിനാണ് ലഭിച്ചിട്ടുള്ളത്.
ഇവൻ ഒരു 7 മന്തൊക്കെ ആയപ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലാഷ് കാർഡ്സും നല്ല ബുക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവൻ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അത് തൊട്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇന്ത്യ ബുക്ക് 1.5 ഇയേഴ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തു. 2023 1 വയസ്സും 7 മാസവും പ്രായമുള്ളപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ദൈവിക്കിനെ ആദ്യം തേടിയെത്തി. പച്ചക്കറികളും മൃഗങ്ങളും രൂപങ്ങളും തിരിച്ചറിയുന്നതിനുമായിരുന്നു റെക്കോർഡ്. 2 വയസ്സും 8 മാസവുമുള്ളപ്പോൾ 18 മിനിറ്റിൽ 175 വസ്തുക്കളുടെ ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിഞ്ഞ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി. 2023 തന്നെ കലാംസ് വേൾഡ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി. ഒടുവിൽ ഈ വർഷം 500 വസ്തുക്കളെ തിരിച്ചറിഞ്ഞതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടാമതും ദൈവിക്കിനെ തേടിയെത്തി. സുമേഷ് മൊറാഴ, ന്യൂസ് 18, കണ്ണൂർ. സ്വകാര്യ ബസ്സിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായത് ബസ് ജീവനക്കാരാണ്. മണ്ണാർക്കാട് ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PKS ബസ്സിൽ കയറിയ യാത്രക്കാരിയാണ് കുഴഞ്ഞു വീണത്. യാത്രക്കിടയിൽ അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായാൽ ബസ് ജീവനക്കാർ ഇവരെ മാതൃകയാക്കണം. കോതകുറിശി പിന്നിട്ട് കോതയൂർ വായനശാല സ്റ്റോപ്പ് എത്താറായപ്പോഴാണ് യാത്രക്കാരി മഞ്ജുനാഥ് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായത്. മറ്റൊന്നും നോക്കാതെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ബസ് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക്. തൃക്കടിയിൽ സ്വദേശിയായ ഡ്രൈവർ നിയാസും കോതകുറിശി കുറ്റിക്കോട് സ്വദേശിയായ കണ്ടക്ടർ ജയേഷും ചേർന്നാണ് സമയോചിതമായ ഇടപെടലിലൂടെ യാത്രക്കാരിക്ക് ജീവൻ തിരികെ നൽകിയത്. വാണിയംകുളത്തെ PK ദാസ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം ഇവർ ആശുപത്രി വിട്ടു. ന്യൂസ് 18, പാലക്കാട്. കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം പ്രശസ്ത കവി അനിൽ പനച്ചൂരാന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന കിളിക്കൊഞ്ചൽ സീസൺ 5 സംസ്ഥാനതല കവിതാലാപന മത്സരത്തിന്റെ ലോഗോ പ്രകാശനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ SIAS നിർവഹിച്ചു. നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ P ബ്രോഷർ ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല പ്രസിഡന്റ് വിമൽ കൈതക്കൽ, ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ബിജു V, ബ്രദേഴ്സ് വൈസ് പ്രസിഡന്റ് ഷാനു R അംബാരി എന്നിവർ പങ്കെടുത്തു. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് മത്സരം. 14 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യഘട്ടം വാട്സപ്പ് വഴി വീഡിയോ ആയിട്ടാണ് കവിതകൾ അയക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി മത്സരത്തിൽ പങ്കെടുക്കാം. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിച്ച് ക്രൈംബ്രാഞ്ച് സംഘം. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന 2 പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി സ്ഥാപനത്തിൽ എത്തിച്ചത്. ദിയാകൃഷ്ണയുടെ കവടിയാറിലെ ബുട്ടീക്കിൽ എത്തിച്ചാണ് മുൻ ജീവനക്കാരും തട്ടിപ്പ് കേസിലെ പ്രതികളുമായ വിനീത, രാധാകുമാരി എന്നിവരുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. മാസ്ക് ധരിച്ച് മുഖം മറച്ചിരുന്ന പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. QR കോഡ് മാറ്റി സ്ഥാപിച്ച് സംശയങ്ങൾക്കിടകൊടുക്കാതെ തട്ടിപ്പ് തുടർന്നതെങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ച് DYSPയോട് പ്രതികൾ വിശദീകരിച്ചത് ഇങ്ങനെ. ഓരോ ഐറ്റത്തിനും ബാർകോഡ് അങ്ങനെ ഉണ്ടാവും? ഒന്നുമില്ല. എങ്ങനെയാണ് പ്രൈസ് വെബ്സൈറ്റ് അവിടെ അയച്ചു തരും. ഇത് പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് മേടിക്കുന്നത് അല്ലേ? കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ ഈ ബില്ല് ചെയ്യുമ്പോൾ അതിൽ കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ അതിൽ ഇതിൽ ഈ ബില്ല് എന്തൊക്കെ റെക്കോർഡ് വരും നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ? സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് സാക്ഷ്യമൊഴികളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ജോലിക്ക് വന്നിട്ടുണ്ടോ? ഇവർ രണ്ടുപേരല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ? പേരറിയോ? കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ കയറി വരുന്നത് നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇപ്പൊ സ്ഥാനങ്ങൾ നോക്കാനായിട്ട് വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോൾ 2 പ്രതികളുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലായിരുന്നു. ഇത് അന്വേഷണ സംഘത്തെയും അമ്പരിപ്പിച്ചു.
തട്ടിയെടുത്ത പണം യുവതികൾ നിക്ഷേപിച്ച വലിയതുറയിലെ ബാങ്ക് ശാഖകളിലും ക്രൈംബ്രാഞ്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,370 രൂപ, പവന് 74,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,745 രൂപ, പവന് 61,960 രൂപ. വെള്ളി ഗ്രാമിന് 123 രൂപ, കിലോഗ്രാമിന് 1,23,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.